നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്? നമ്മൾ ഒറ്റ മൈൻഡ് തിരുപ്പൂർ. ഓക്കെ, ഒരു ട്രൗസർ എടുക്കാൻ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര എക്സ്പീരിയൻസ് ഡ്രൈവർ ആയതുകൊണ്ട്. വണ്ടി ഓടിക്കാൻ പഠിക്കാനാണ് ഒറ്റ മൈൻഡ് കയറി കാര്യം പഠിച്ചിട്ടിരിക്കണേ. അപ്പോൾ സ്നേഹതീരം എറണാകുളം ഘടകത്തിന്റെ ഒറ്റ മൈൻഡ് തിരുപ്പൂർ ട്രിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഈവൻ നിങ്ങൾ കാറിലാണ് വരുന്നുണ്ടെങ്കിൽ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കാർ പാർക്കിംഗ് ഉണ്ട്, സേഫ് ആണ്. അവിടെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ പൈസ ആവുള്ളൂ. പിന്നെ നമുക്ക് ഇങ്ങനെ ഇവിടെ കുറെ കറങ്ങി നടക്കാം. ഷോപ്പുകളൊക്കെ തുറക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 9:30-10 മണി തന്നെ ആവും. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയതാണ് മൊത്തം ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറെ ഏജന്റുമാരും ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ വിളിക്കും, ഒട്ടുകൂടി ഇങ്ങനെ പോകണമാണ്, ആരുടെ അടുത്തേക്കും പോകണ്ട, നമ്മൾ തന്നെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. 1-2 ഷോപ്പുകളൊക്കെ നമ്മളൊന്ന് കാണിച്ചു തരാം, എങ്ങനെ പർച്ചേസ് ചെയ്യണം എന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നല്ല ഫുഡ് സ്പോട്ട് ഇവിടെ എവിടെ നോക്കിയിട്ട് നടക്കുകയാണ്. ഞങ്ങൾ നല്ല ദോശയും ചട്നിയും കിട്ടാൻ വേണ്ടി നടക്കുകയാണ്. പക്ഷെ ഇവിടെ ഫുള്ള് ഡ്രസ്സാണ്. അതാണ് ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ. എവിടെ നോക്കിയാലും ഹോൾസെയിൽ ഡ്രസ്സുകൾ മാത്രം, ദോശയും ചട്നിയും ഒന്നും കിട്ടാനില്ല. ഒരു മാറ്റിന്റെ പ്രൈസ് ആണ് 10 രൂപ എന്ന് പറയുന്നത്. ഒരു മാറ്റിന്റെ പ്രൈസ് ആണ് ഇത് 10 രൂപ. ഉങ്കിട്ട് ഷെഡ് ഇരിക്ക, അവിടെ ഷെട്ടി ഷെട്ടി. ഷട്ടി കണ്ടെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. റാസൽ കൈമേൽ ഉണ്ടോ എന്നാണ് ചോദ്യം. അത് നോക്കിയിട്ട് പറയണ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊറിയർ അയച്ചുതരാം. 20 രൂപ 10 രൂപ കൊണ്ട് വാങ്ങി 20 രൂപ അയച്ചുതരാം. കമന്റ് കുറച്ചെടുത്തോ, ഗ്യാരണ്ടി ഉണ്ടാവുമെന്ന്. കളർ ചേഞ്ച് ആവോ? ആവോ, മഴ കൊണ്ട സീനാവും. ഷഡ്ഡി ഇറുക്കൂല, ഞണ്ടാണ് ഇറുക്കല് മോനെ. ഹോട്ടൽ അന്നപൂർണയാണ്, റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുമ്പിലാണ്. തിരക്കുള്ള കടയാണ്, ഇപ്പൊ നല്ലതെന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമുക്കൊന്ന് പോയി നോക്കാം. വെറൈറ്റി സ്വീറ്റ്സുകൾ ഒരുപാടുണ്ട്, പാക്കറ്റ് ആക്കിയിട്ടുണ്ട്. മുകളിൽ നല്ല സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. കേരളത്തിൽ പോലും മാർക്കറ്റില്ലാത്ത മനോരമ, മംഗളവും, ഗൃഹലക്ഷ്മിയോടെ തമിഴ്നാട്ടിലാണ് വായിക്കുന്ന ആൾക്കാര്. മെൻ ടീഷർട്ടിന് വെറും 30 രൂപ, മെൻ ഷോർട്സിന് 30, മെൻ ട്രാക്കിന് 45 രൂപ മാത്രമേ ഇവിടെ പ്രൈസ് ഉള്ളൂ. മോഹൻ ഷോപ്പി വൺ ഓഫ് ദി ബെസ്റ്റ് റിറ്റെയിലിംഗ് ഷോപ്പാണ്. തിരുപ്പൂരിൽ തന്നെ നമ്മളെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ്. ഇവിടെ എത്ര പ്രൈസ് കാര്യങ്ങളൊക്കെ എത്രയും നമുക്ക് നോക്കാം. ആരംഭിന്റെ 299 രൂപയാണ് ഈ കാണുന്ന. ഇപ്പോൾ പൂർത്തി എന്ന ഹോൾസെയിൽ ഷോപ്പിലാണുള്ളത്. അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് ഇവിടെ. ഈ സാൻഡിന് 200 രൂപയാണ് ഇവിടെ പ്രൈസ് വരുന്നത്. 200. ഈ കാണുന്ന എല്ലാവരും ഇതൊരു പ്രൈസ് റേഞ്ചിന് വരുന്നത്. ഞങ്ങൾ ട്രൗസർ സെലക്ട് ചെയ്യുന്നു. ഈ ട്രൗസറിന് നാട്ടില് 250 രൂപ. അങ്ങനെ 50 രൂപ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നു. എത്ര രൂപ വാങ്ങണം? 100 രൂപ. വില കുറവിന് മുള വാങ്ങാൻ പോയി ചെലവായി. വിലക്കുറവിന് വിലക്കുറവിൽ ട്രൗസർ വാങ്ങാൻ പോയി. എണ്ണ ചെലവുമായി. പ്രൈസ് എല്ലാം കമ്മിയാ இருக்கு. இந்த வந்த டி-ஷர்ட்டுக்கு 150 உள்ளை. எப்படி ரொம்ப நல்லா இருக்குடா. ரொம்ப நல்லா இருக்காங்க. நீங்க எடுக்கடா. அங்க வந்து அந்த மீடியம் சைஸ்க்கு. அது மீடியம் சைஸ் அல்லடா, பேபி சைஸ். பேபி அல்ல. ആയത്തെ കുറിച്ച് ഉണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബാർഗെയിനിങ്ങിന്റെ വലിയൊരു സംഗതിയാണ്. സിനാൻ തയ്യാറെടുത്തിട്ടുണ്ട്. രണ്ട് ചെപ്പിലല്ലോ ഇവൻ രണ്ടടുപ്പിച്ചില്ലല്ലോ, ഒന്നും മതി.
ഈ വില നോക്കിടല്ലേട്ടാ. ഞങ്ങൾ 1500 രൂപക്ക് ട്രൗസർ വാങ്ങി. പെട്രോള് 2500 രൂപയ്ക്ക് പെട്രോൾ 950 രൂപ. അപ്പൊ ഗൈസ് വെറും 99 രൂപക്കാണ് ഈ കാണുന്ന വെറൈറ്റീസ് ആയ ഇവിടെ നമ്മൾ തന്നെ ഓരോ ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ തന്നെ നോക്കി നമ്മൾ തന്നെ ബില്ലാക്കണം എന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല. പേരറിയില്ല, കണ്ടാലും അറിയില്ല. വെൽക്കം ടു തിരുപ്പൂർ. അവര് കൊല്ലംകോട്ടുകാര് വെല്ലിപ്പാന്റെ നമ്മളിപ്പോ പോണത് എന്റെ നാട്ടിൽ പഴയ നാട്ടിൽ അത് തിരിച്ചു പിടിക്കാനാണ് നമ്മുടെ ഈ യാത്ര. അതെ, കൊല്ലംകോട് തിരിച്ചു പിടിക്കുന്നു. It was at this moment that he knew he fucked up. തല ഇവിടെ പൊട്ടി. രാജാവ് വണ്ടി ഓടിച്ചോട്ടാ, ഞാൻ ഓടിച്ചോളാം. ഇതാണ് ചേട്ടായിക്കാം. കുടിക്കാനേ വേണോ ആദ്യം? 2 സോഡ സർവത്ത്. അങ്ങനെ തിരുപ്പൂര് കഴിഞ്ഞ് പൊള്ളാച്ചി കഴിഞ്ഞ് നമ്മള് കൊല്ലംകോട്. അതെ, ഷഫ്നിന്റെ സ്വന്തം. ഷഫ്നി ഇവിടെ പണ്ടത്തെ രാജാവ്. അതെ, ഒരു പഴയ രാജാവാണ്. പഴയ പ്രമാണിമാര് ബഹുമാനിക്കാൻ പഠിക്കണല്ലോ, ഒരാളും ബഹുമാനിക്കുന്നില്ല. പണ്ടായിരുന്നു ഈ രാജഭരണം വരുന്നതിന് ശരി. ഒരു രാജാവ് ലുക്കില്ലേ, നിർത്തക്കണില്ലേ പണ്ടത്തെ. സമയം സോഡ സർവത്തിന് ഇത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി. എത്ര കൊടുക്കേണ്ടത്? നല്ല ആളാണ് കടയിലാക്കി. ചോദിച്ചിട്ട് ഓടിയാണെന്നാല് ചോദിച്ചിട്ട് വായോ. ഒരു വണ്ടി ഇപ്പൊ വരും. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അല്ല, ഒരു ഫ്ലൈറ്റ് ഏകദേശം ട്രാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഏകദേശം അറൈവിംഗ് ടൈം വിത്തിൻ നെക്സ്റ്റ് 20 മിനിറ്റ്സ്. എന്താണ്? എനിക്കൊന്ന് വിമാനം കാണിച്ചു തരും. അതിനെന്താ കാണിച്ചു തരാലോ. ട്രെയിൻ പോയി, ഫ്ലൈറ്റ് പോയി, പോയി എടുത്തിട്ടുണ്ട്. ഒന്ന് മാറി തരുമോ ഞാനെ? ഞങ്ങൾ ഫ്ലൈറ്റ് എടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് എയർപോർട്ടിന്റെ അപ്പുറത്തെ വശത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഫ്ലൈറ്റ് വന്നിട്ടില്ല. നല്ല ഇതിന്റെ പേരെന്തായിരുന്നു? നമ്മളിപ്പോ KFC-യിലുള്ളത്. KFC-യോ? കൈരളി ഫുഡ് കോർട്ട്. ഇപ്പൊ നമ്മളിന്ന് എയർപോർട്ടിന്റെ ബാക്ക് സൈഡിലുള്ള KFC-യിലുള്ളത് കൈരളി ഫുഡ് കോർട്ട്. പക്ഷെ നല്ല തിരക്കുള്ള കിടില് കടി കിട്ടുന്ന സ്പോട്ടാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഫ്ലൈറ്റ് പോകുന്നത് ഞങ്ങൾ പുളിഞ്ചോട് ടെർമിനലിന്റെ താഴെ ടീ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. യാത്ര അവസാനിപ്പിക്കാൻ പോവാണ്.